ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സുകളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാറ്റേനെ കൊല്ലുന്ന ഒന്നിന് ടിപ്സുകൾ അതിൽ കാണിക്കാനുണ്ട്, പാറ്റേനെ കൊല്ലാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്നിട്ട് നമ്മൾ ഈ വിനീഗർ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് പാറ്റേനെ ശല്യം തുരത്താൻ നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വിനീഗർ എടുത്ത് നമുക്ക് ഒരു 4-5 സ്പൂൺ വിനീഗർ എടുത്ത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. വിനീഗറാണ് നമ്മൾ ഒഴിക്കുന്നത്. ദേ കണ്ടോ, ഇത്രയും വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. ഒരു 4-5 സ്പൂണൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിനുശേഷം നമുക്കിനി വേണ്ടത് കുറച്ച് ഡെറ്റോൾ കൂടി നമുക്ക് ഇട്ട് ഒഴിക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി മിക്സാക്കിയ ശേഷം നമ്മൾ പാറ്റ എവിടേക്ക് ഉണ്ടോ അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റ ചത്ത് വീണ് കാണാൻ പറ്റും. ഡെറ്റോൾ നല്ല ഒരു എഫക്റ്റീവായിട്ട് സാധനമാണ്, പാറ്റേനെ കൊല്ലാനായിട്ട് ബെസ്റ്റ് സംഭവമാണ്. രാത്രി പാറ്റ നമ്മളുടെ കിച്ചൺ സിങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ പോലെ പുറത്ത് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കളയാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് ഈ ഒരു ഡെറ്റോളും വിനീഗറും കൂടി മിക്സ് ആക്കുമ്പോൾ. ഇത് കുറച്ച് വെള്ളം, സ്പ്രേ ബോട്ടിലല്ലേ, കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിത് കേടുവരില്ല കേട്ടോ, കുറേ കാലം നമുക്ക് എടുത്തും വെക്കാം. എന്നിട്ട് നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് ഇത് കണ്ടോ, ഞാനിതൊരു കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് കണ്ടോ, ഇങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്യാം. ബാത്റൂമിലൊക്കെ, എസ്പെഷ്യലി ബാത്റൂമിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ബാത്റൂമിൽ ആ ഉളുമ്പ് മണം പോകും. പിന്നെ അതുപോലെ തന്നെ രാത്രിയൊക്കെ ഈ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ നിന്ന് പാറ്റകൾ വരും. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് ആ ഡ്രെയിനേജിന് ചുറ്റും നമ്മൾ ഇത് ഇങ്ങനെ ആക്കാം കേട്ടോ. അതുപോലെ കിടക്കുന്നതിന് മുന്നേ കിച്ചൺ സിങ്കിൽ ഇത് കണ്ടതേ ഇങ്ങനെ ഒന്ന് ആക്കി നോക്കിക്കേ, നിങ്ങൾക്ക് ആ പാറ്റയുടെ ശല്യം പോവും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാണികൾ, ഉറുമ്പുകൾ എന്തെങ്കിലും അതും പോകും. പിന്നെ നല്ലൊരു വാസന ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പല സാധനങ്ങളും ശരിക്കും അരിച്ചു വരും. ഈ പറഞ്ഞ ഈ വേസ്റ്റ് വെള്ളം മുഴുവൻ നമുക്ക് എറണാകുളത്തൊക്കെ ഡ്രെയിനേജിലേക്ക് പോവാം. അതിനകത്ത് തന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വരുന്നത്. ചില സമയം അങ്ങനത്തെ സാധനം, അട്ടയില്ലേ ഇങ്ങനെ ചെറുത്, അതുവരെ ഇതിനകത്തൂടെ വരും. പറഞ്ഞാൽ വിശ്വസിക്കോ, ഒച്ചിൻ്റെ ആ ഷെല്ലുണ്ടാവില്ല, ബാക്കിയുള്ള അട്ട പോലുള്ള അതുപോലെ ഇതിനകത്ത് വരും. പാറ്റ വരാറുണ്ട്, പിന്നെ ചേരട്ട വരാറുണ്ട്, ഞാഞ്ഞൂൾ വരാറുണ്ട്. എത്ര നോക്കിക്ക് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് ഞാൻ വെച്ചിരിക്കും. എന്നാലും നമുക്ക് വരും, കാരണം ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ കൂടി വരുന്ന. അപ്പം നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ പാറ്റയുടെ ശല്യം ഉണ്ടാവില്ല, വേറെ പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പഴയൊരു മഗ് എടുത്തിട്ടുണ്ട്. കുറച്ച് പുൽത്തൈല ഏറ്റവും എഫക്റ്റീവാണ്, നമുക്ക് പാറ്റ പോകാനും അതുപോലെ തന്നെ പ്രാണികളെ പോകാനും ഒക്കെ ബെസ്റ്റാണ്. അപ്പം നമുക്ക് ഒന്ന് ഇതുകൊണ്ട് ഡെയിലി ഒന്ന് തുടയ്ക്കാം. വീട്ടുപണിയിൽ പണികളൊക്കെ കഴിഞ്ഞ് ആ വീടിൻ്റെ ഇടമൊക്കെ ഓരോരോ സൈഡ്, നമ്മുടെ ഈ കിച്ചൺ സ്ലാബുകൾ, ബാത്റൂം ഒക്കെ നമുക്ക് ഇത് വെച്ചൊന്ന് ഇതാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ സ്മെല്ല് കാരണം നമുക്ക് പാറ്റയുടെ ശല്യങ്ങളൊക്കെ പോയി കിട്ടും. ഇതെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചെടുത്തൊന്ന്, നമ്മുടെ കയ്യിലൊന്നും ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ജസ്റ്റ് അത് ഇങ്ങനെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം സ്പ്രേ ബോട്ടിലിൽ ഇപ്പം എൻ്റെ വേറെ ലിക്വിഡ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഇടാത്തത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ, നമുക്ക് നല്ല വാസന ആയിരിക്കും. അന്ന് മുഴുവൻ നമ്മുടെ കിച്ചൺ സൂപ്പറായിരിക്കും. അത് മാത്രമല്ല, ഒരു ഉറുമ്പോ ഒരു പാറ്റയോ ഒന്നും തന്നെ വരില്ല കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ബാത്റൂമിൽ നമുക്ക് ഒഴിച്ചുവിടാം. പിന്നെ നമുക്ക് വീടിൻ്റെ മുറ്റത്ത് വരാൻ നമുക്ക് രാത്രി ആകുമ്പോഴേക്കും ചെടികളുടെ അവിടെയൊക്കെ, അപ്പം അവിടെയാണെങ്കിൽ നമുക്ക് ഇത് തളിച്ചു കൊടുക്കാം കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ പാറ്റാ ഗുളിക. എല്ലാവരുടെ കയ്യിലുണ്ടാകുന്ന സംഭവമാണ് പാറ്റാ ഗുളിക. അത് നമുക്ക് കുറഞ്ഞ നെഫത്തലിൻ ടാബ്ലറ്റ് എന്താണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇത് ഞാനും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല എഫക്റ്റീവാണ് സംഭവമാണ്. അപ്പോൾ ഇതും നമുക്ക് ബാത്റൂമിലൊക്കെ ഒരെണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രെയിനേജിൻ്റെ ഭാഗത്ത് രാത്രി കിടക്കാൻ നേരത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ശല്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് കിച്ചൻ്റെ ഓരോരോ ഭാഗത്ത് ഒരെണ്ണം വെച്ച് നോക്കിക്കേ, ഇതിൻ്റെ പാറ്റ ഏത് അയലത്ത്, എല്ലാവർക്കും അറിയാം പാറ്റ ഗുളികയാണെന്നുള്ളത്, 7 അയലത്ത് വരില്ല. പിന്നെ എന്നാൽ നമ്മൾ കിച്ചൺ സിങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഈ പല്ലി പോലുള്ള സാധനങ്ങളും വരില്ല ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പാറ്റ ഗുളിക എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊന്ന് വെച്ച് നോക്കൂ, നല്ല മാറ്റം കാണാൻ പറ്റും. ഇത് എന്താ പറയുക, ബാത്റൂമിലാണെങ്കിൽ നമുക്ക് ഒരെണ്ണം, ഇപ്പോൾ ചില പബ്ലിക് ടോയ്ലറ്റിലൊക്കെ പോയിക്കാൻ നിങ്ങൾ കാണാൻ പറ്റും ഇതുപോലത്തെ പാറ്റ ഗുളികൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ പാറ്റയുടെ ശല്യം വരാതിരിക്കാനാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് വാങ്ങിച്ചാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. ഒരെണ്ണമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും, പാറ്റ ശല്യം പറഞ്ഞ സാധനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ 3 ടിപ്സുകൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. 3 എണ്ണം ഞാൻ പാറ്റേനെ കൊല്ലുന്ന ടിപ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. 3 ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് നോക്കാം. അടിപൊളി ടിപ്സുകളാണ്. പിന്നെ അടുത്ത നല്ല കിടിലം വീഡിയോ ആയിട്ട് അടുത്ത് നമ്മൾ വരുന്നതായിരിക്കും. ചാനലൊന്ന് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ല് പ്രസ് ചെയ്തോളൂ. താങ്ക് യു.